മഹത്വപ്പെടുമാറാട്ടെ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ചിന്തിക്കുന്നത് 1 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. 6-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്ന പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വിഷയം, കൊരിന്ത്യ വിശ്വാസികളുടെ ഇടയിൽ തുടർമാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അഹങ്കാരത്തിനുള്ള പരിഹാരം അതുണ്ടാവണം. ആ പരിഹാരത്തിൽ പൗലോസിൻ്റെ പങ്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പുള്ള വാക്യങ്ങളിൽ അപ്പോലോസിനെ പറ്റിയും പൗലോസിനെ പറ്റിയും വിശ്വാസികൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി പൗലോസ് നേരത്തെ എഴുതിയിരുന്നു. മനുഷ്യന്മാരായിട്ടുള്ള നേതാക്കളിൽ അവരുടെ അഹങ്കാരം അല്ലെങ്കിൽ അവരുടെ പുകഴ്ച നിർത്തണമെന്നുള്ളതും അവരെ ദൈവദാസന്മാരായിട്ട് കാണണമെന്നുള്ളതും ഒക്കെയാണ് ഇതിനു മുമ്പ് പൗലോസ് എഴുതിയത്. ഈ പ്രശ്നം പരിഹരിക്കാൻ, അതായത് കൊരിന്ത്യ വിശ്വാസികളുടെ അഹങ്കാരത്തിനുള്ള പ്രശ്നം പരിഹരിക്കുവാനുള്ള കൊരിന്ത്യ വിശ്വാസികളുടെ പങ്കാണ് ഈ കാണുന്നത്. ഇവർ പൗലോസിനെയും അപ്പോലോസിനെയും കർത്താവിൻ്റെ ദാസന്മാരായിട്ട് കാണണം. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് പൗലോസ് ഇതും കൂടെ എഴുതിയിരുന്നു. പൗലോസിൽ നിന്നും അപ്പോലോസിൽ നിന്നും ദൈവത്തോടും അവർക്ക് ദൈവം കൊടുത്ത ജോലിയോടും സുവിശേഷത്തോടുള്ള അവരുടെ വിശ്വസ്തതയെപ്പറ്റിയും പൗലോസ് എഴുതിയിരുന്നു. അതോടൊപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തു തിരികെ വരുമ്പോൾ താൻ എല്ലാവരെയും ന്യായം വിധിക്കുമെന്നുള്ളത് താൻ എഴുതിയിരുന്നു. ഇത് 4-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാണ്. സദസ്സിന് ഈ അഹങ്കാരം നീക്കി മാറ്റാനുള്ള പങ്ക് പൗലോസ് എഴുതി കഴിഞ്ഞപ്പോൾ പൗലോസ് തൻ്റെ പങ്കിനെ പറ്റി എഴുതുന്നുണ്ട്. ഈ കൊരിന്ത്യ വിശ്വാസികളുടെ ഇടയിൽ ഈ അഹങ്കാരം നീക്കി മാറ്റുവാൻ പൗലോസിനും അപ്പൊല്ലോസിനും പങ്കുണ്ട്. ആ പങ്ക് പൂർത്തീകരിക്കുന്നതിലൂടെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ പൗലോസ് എന്തൊക്കെയാണോ എഴുതിയിരുന്നത്, ആ എഴുതിയ കാര്യങ്ങളെല്ലാം പൗലോസ് തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കൊരിന്ത്യ വിശ്വാസികളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ട്. അതായത് പൗലോസും അപ്പൊല്ലോസും 4-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അവരുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും പ്രായോഗികമാക്കി. The purpose is that the Corinthians would learn from Paul and Apollos the meaning of the saying, "Do not go beyond what is written." തങ്ങളുടെ ജീവിതത്തിൽ ഈ സിദ്ധാന്തങ്ങളെല്ലാം പ്രായോഗികമാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എഴുതി വെച്ചതിന് അപ്പുറമായിട്ട് പോകരുത് എന്നുള്ള ആ പ്രയോഗത്തിൻ്റെ അർത്ഥം പൗലോസിൽ നിന്നും അപ്പോലോസിൽ നിന്നും കൊരിന്ത്യ വിശ്വാസികൾ പഠിക്കണമെന്നുള്ളതുകൊണ്ടാണ്. 4-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത്. "Now these things, brothers, I have applied to myself and Apollos for your sakes, so that in us you may learn not to go beyond what is written, so that none of you will become puffed up on behalf of one against the another." ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട്, കുറേയധികം പഴഞ്ചൊല്ല് പോലുള്ള പ്രസ്താവനകൾ കൊരിന്ത്യ വിശ്വാസികൾ പല ആവർത്തി പറയുകയായിരുന്നു പല സമയങ്ങളിലായിട്ട്. നമ്മൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിലും 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-4 വാക്യങ്ങളിലും ചില പ്രൊവേർബിയൽ സേയിങ്സ് അവരെല്ലായ്പ്പോഴും പറയുന്നുണ്ടായിരുന്നു. "ഫുഡ് ഫോർ ദ സ്റ്റമക്ക്, സ്റ്റമക്ക് ഫോർ ദ ഫുഡ്, ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ" എന്നൊക്കെ അവർ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഴുതി വെച്ചതിന് അപ്പുറമായിട്ട് പോകരുതെന്നുള്ളൊരു പ്രസ്താവനയും അവർ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രസ്താവന ഇവരുടെ ജീവിതത്തിലൂടെ, അതായത് പൗലോസിൻ്റെയും അപ്പൊല്ലോസിൻ്റെയും ജീവിതത്തിലൂടെ ഇവർക്കത് കാണിച്ചു കൊടുക്കുവാൻ സാധിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, പൗലോസ് ഇവിടെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ Paul wanted the Corinthians to see that Paul and Apollos have lived by these sayings that the Corinthians always remembered. കൊരിന്ത്യ വിശ്വാസികൾ എല്ലായ്പ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരുന്ന ഈ വാചകങ്ങൾക്കനുസൃതമായിട്ടാണ് പൗലോസും അപ്പോലോസും ജീവിച്ചിരുന്നത്. നമ്മളിവിടെ ഈ കഴിഞ്ഞ 4 അധ്യായങ്ങളിൽ, അതായത് 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പല പഴയ നിയമ ഉദ്ധരണികൾ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കൊരിന്ത്യ വിശ്വാസികളുടെ ഇടയിലുള്ള ഈ ഭിന്നിപ്പിനെ സംബന്ധിച്ചാണ് ഈ പഴയ നിയമ എഴുത്തുകൾ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്.
അതായത് 1-ാമത്തെ അധ്യായത്തിൻ്റെ 19-31 വാക്യം, 2-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെയും 16-ാമത്തെയും വാക്യം, 3-ാമത്തെ അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. ഈ വാക്യങ്ങളെല്ലാം പഴയ നിയമ ഉദ്ധരണികൾ ആണ്. ഈ ഉദ്ധരണികളെല്ലാം പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇവിടുത്തെ ഈ ഭിന്നിപ്പിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. പൗലോസും അപ്പൊല്ലോസും ഈ പറഞ്ഞ വേദവാക്യങ്ങൾക്ക് ഒത്തവണ്ണമാണ് ഇതുവരെയും ജീവിച്ചു പോകുന്നത്. ഇവർ അതിനെ മറികടന്ന് ജീവിച്ചിട്ടില്ല. ദേ ഓൾവേസ് ലിവ്ഡ് ബൈ ദീസ് വേഴ്സസ് ആൻഡ് ദേ ഡിഡ്ന്റ് ബ്രീച്ച് ഓർ ഗോ ബിയോണ്ട് ഇറ്റ്. ദി ഔട്ട്വർക്കിംഗ് ഓഫ് ദീസ് സ്ക്രിപ്റ്റേഴ്സ് ഇസ് വാട്ട് പോൾ റോട്ട് അബൌട്ട് ഇൻ 4:1-5. ഇവരുടെ ജീവിതത്തിൽ ഈ തിരുവെഴുത്തുകളുടെ പ്രാക്ടീസ് അവരുടെ ജീവിതത്തിൽ കാണിച്ചതിൻ്റെ ഒരു തെളിവാണ് 4-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആൻഡ് ത്രൂ ദെയർ മ്യൂച്വൽ റെസ്പെക്റ്റ് ഔട്ട് ഓഫ് ഒബീഡിയൻസ് ഫോർ ഗോഡ്സ് വേർഡ് ദ കൊരിന്ത്യൻസ് വുഡ് ഓൾസോ ലേൺ ആൻഡ് ബെനിഫിറ്റ് ഫ്രം ദം. പൗലോസിനും അപ്പോലോസിനും തമ്മിൽ പരസ്പര ബഹുമാനമുണ്ട്. അവർ ദൈവത്തിന് വചനത്തിന് അനുസരിക്കുന്നതിലൂടെ തമ്മിൽ ബഹുമാനമുണ്ട്. ഈ ബഹുമാനം കാണുമ്പോൾ കൊരിന്ത്യ വിശ്വാസികൾ ഇവരിൽ നിന്നും പഠിക്കുകയും ഇവരിൽ നിന്നും പ്രയോജനപ്പെടുകയും ചെയ്യണം. അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റിലെ സമ്മറി എന്താണെന്ന് ചോദിച്ചാൽ, പോൾ വാണ്ടഡ് ദി കൊരിന്ത്യൻസ് ടു ഓൾസോ ലുക്ക് അറ്റ് ദെയർ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഇസ് ഇൻ അക്കോർഡൻസ് ടു വാട്ട് ദേ പ്രീച്ച്ഡ്, നോട്ട് ജസ്റ്റ് ദെയർ സ്റ്റൈൽ ഓഫ് സ്പീച്ച് ഇൻ വിസ്ഡം ആൻഡ് എലക്വൻസ്. ഈ കൊരിന്ത്യ വിശ്വാസികൾ എല്ലായ്പ്പോഴും ഈ പ്രാസംഗികരുടെ പ്രസംഗ ശൈലിയും ജ്ഞാനത്തിൻ്റെ വാക്കുകളും വാക്ചാതുര്യം മാത്രമേ നോക്കിയുള്ളൂ. എന്നാൽ ഇവർ കാണേണ്ടിയിരുന്നത് ഈ പ്രസംഗിക്കുന്ന ആൾക്കാർ അവരുടെ പ്രസംഗത്തിനൊത്തവണ്ണം എങ്ങനെയാണ് അവരുടെ സ്വഭാവത്തെ രൂപീകരിച്ചതും എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളതും കൊരിന്ത്യ വിശ്വാസികൾ കാണണമെന്നുള്ളതായിരുന്നു പൗലോസിൻ്റെ ആഗ്രഹം. ബൈ ഡൂയിങ് സോ ഈച്ച് ഓഫ് ദം വുഡ് നോട്ട് ബി പഫ്ഡ് അപ്പ് ഇൻ ബീയിങ് എ ഫോളോവർ ഓഫ് വൺ ഓഫ് ദീസ് പ്രീച്ചേഴ്സ് ഓവർ ദി അതർ. ഇങ്ങനെ ഈ പ്രാസംഗികരുടെ ജീവിതം കാണുന്നതിലൂടെ ഒരു പ്രാസംഗികനേക്കാൾ മറ്റൊരു പ്രാസംഗികനെ സ്നേഹിച്ച് അയാളെ പിൻപറ്റി ചീർത്ത് പോകാതിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വേണം ഇവർ വരാൻ. ഇതാണ് 4-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മളോട് സൂചിപ്പിക്കുന്ന സത്യം. ഇനി 4-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലുള്ള അടുത്ത പോയിൻ്റ് ഇതാണ്. The extent of the damage caused by the Corinthians' obsession with eloquent preachers. വാക്ചാതുര്യമുള്ള പ്രാസംഗികരോടുള്ള ബന്ധത്തിൽ കൊരിന്ത്യ വിശ്വാസികളുടെ അമിതമായിട്ടുള്ള ആ ആരാധന എത്രത്തോളം നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുള്ളതിൻ്റെ വ്യാപ്തി, അതാണ് ഇവിടെ ഈ 4 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. So let me read it out for you. Verse 7-8. For who regards you as superior? What do you have that you did not receive? And if you did receive it, why do you boast as if you did not receive it? Verse 8. You are already filled. You have already become rich. You have ruled without us. And how I wish that you had ruled indeed, so that we also might rule with you. ഇവിടെ 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. 1. Instead of loving and caring for one another in Christ, and instead of being characterized by humility, they are characterized by quarreling, envy and pride. ഇവിടെ ക്രിസ്തുവിൽ അന്യോന്യം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ടതിന് പകരം താഴ്മയാൽ ഇവരുടെ സ്വഭാവത്തെ രൂപീകരിക്കേണ്ടതിന് പകരം ഇവരുടെ സ്വഭാവം ഇപ്പോൾ എന്താണ്? ഷണ്ട, അസൂയ, അഹങ്കാരം, ഇവരുടെ ഇടയിലുള്ള ഭിന്നിപ്പ്, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവർ ചീർത്തിരിക്കുകയാണ്. തമ്മിൽ നോക്കുമ്പോൾ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. ഭൗമികമായിട്ടുള്ള നേട്ടങ്ങളെയും കഴിവുകളെയും സംബന്ധിച്ച് ചീർക്കുകയും ദേഷ്യവും വെറുപ്പും അസൂയയും കുശുമ്പുമെല്ലാം ഉണ്ടാവുന്നതുമെല്ലാം മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ, ദൈവീക ആലോചന പ്രസംഗിക്കുന്ന ഭക്തിയുള്ള പ്രാസംഗികരെ കേട്ടിട്ട്, ദൈവവചനം അവരിൽ നിന്നും കേട്ടിട്ട് അതിനെപ്പറ്റി ചീർക്കുന്നത് അതിലും അപകടം പിടിച്ചൊരു കാര്യമാണ്. എ ഗുഡ് തിങ് വിച്ച് ഗോഡ് യൂസസ് ഇസ് ബീങ് മെലൈൻഡ്
ആൻഡ് ഗിവൺ ദ സ്പോട്ട്ലൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ജീസസ്. ദൈവം നൽകിയൊരു കാര്യത്തെ തെറ്റായി ഉപയോഗിച്ച് അതിന് യേശുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ദ സെക്കൻഡ് തിങ് ഇസ് ദി അബണ്ടൻറ്റ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആൻഡ് പ്രസൻസ് ഓഫ് ഓൾ ദീസ് പ്രീച്ചേഴ്സ് മേഡ് ദ കൊരിന്ത്യൻസ് തിങ്ക് ദറ്റ് ദേ ആർ ഡിഫറെൻറ്റ് ആൻഡ് ആർ എ നോച്ച് അബവ് എവറി അതർ ചർച്ച് ഓഫ് ഗാഡ്. ഇവിടെയുള്ള ആത്മീക വരങ്ങളുടെ ആധിക്യവും ഈ പ്രാസംഗികരുടെ സാന്നിധ്യവും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ കൊരിന്ത്യ വിശ്വാസികൾക്കൊരു തെറ്റായ ധാരണയുണ്ടായി. അതായത് അവർ എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാണെന്നും അവർ മറ്റ് സഭകളേക്കാൾ ഉന്നതരാണെന്നുള്ള ഒരു ധാരണയിലാണ് അവർ ജീവിച്ചിരുന്നത്. ദേ ആക്റ്റഡ് ആസ് ദോ ദേ ഹാഡ് എവറിത്തിങ് ഓൾ ദ ടൈം ആൻഡ് ദാറ്റ് നോ വൺ ഗേവ് ഇറ്റ് ടു ദം. ഈ കാര്യങ്ങളെല്ലാം അവർക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതും ആരും അവർക്കത് നൽകിയതല്ല എന്നുള്ളതുമായിട്ടുള്ളൊരു ധാരണയിലാണ് അവർ ജീവിക്കുന്നത്. ദേ ബോസ്റ്റ് ഇൻ ദീസ് അസംഷൻസ്. ഇത്തരം ചിന്തകളിൽ അവർ അഹങ്കരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്. So through the 3 rhetorical questions in verse 7, Paul communicates the following facts to them. നമ്മൾ 4-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ 3 പ്രത്യേക ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചോദ്യങ്ങളിലൂടെ ചില കാര്യങ്ങൾ പൗലോസ് ഇവരോട് പറയുന്നുണ്ട്. 1. There is nothing that separates them from the others who call upon Jesus in every place. 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലുള്ള വിശുദ്ധന്മാരിൽ നിന്നും ഇവർ വ്യത്യസ്തരല്ല എന്നുള്ള കാര്യം പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2. There is nothing that they did not receive. അവർ ലഭിച്ചിട്ടില്ലാത്ത ഒന്നുമില്ല, എല്ലാം അവർക്ക് നൽകിയതാണ്. 3. They should have exhibited humility due to them receiving everything from God. അവർക്കെല്ലാം ദൈവത്തിൽ നിന്നും ലഭിച്ചതുകൊണ്ട് അവർ താഴ്മ പ്രകടിപ്പിക്കണമായിരുന്നു. So this is the second thing that happened. They made themselves proud, or they became proud. The third thing, these obsession with preachers led to them being puffed up, self-exaltation due to their social status and education. അവർക്കിത്രയും അമിതമായിട്ടുള്ള ഒരു ആരാധന ഈ പ്രാസംഗികരോടുണ്ടായിരുന്നതിന് ശേഷം അതവരെ നയിച്ചത് ഈ ഒരു ചീർക്കുന്ന മനോഭാവത്തിലേക്കാണ്. പ്രത്യേകിച്ച് അവരുടെ സാമൂഹിക സ്ഥിതിയും പഠിത്തത്തെയും വെച്ച് അവരെ തന്നെ ഉന്നതന്മാരാണെന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ പോയി. ആൻഡ് they were thinking that they were superior to these apostles whom they didn't like or prefer. അവർക്കിഷ്ടമില്ലാത്ത അപ്പോസ്തലന്മാരെക്കാൾ ഉന്നതന്മാരാണ് അവർ എന്നുള്ളൊരു ധാരണയിൽ അവർ ചിന്തിച്ചു. They also began to think that they are already participating fully in Christ's reign. ക്രിസ്തുവിൻ്റെ വാഴ്ചയിൽ അവരിപ്പോൾ തന്നെ അതിൽ പങ്കാളികളാണെന്നുള്ള ഒരു ധാരണയിൽ അവർ മുന്നോട്ട് പോകുന്നു. So this is evident in the sarcasm-filled remarks that Paul made in 1 Corinthians 4 verse 8 against their pride. അവരുടെ അഹങ്കാരത്തിനെതിരെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ആക്ഷേപം നിറഞ്ഞ ചില പരാമർശങ്ങളിലൂടെ പൗലോസ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ രീതിയിലുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. അവർ എന്തോ ആണെന്നുള്ളതും അവർ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ വാഴ്ചയിലുള്ളവരാണെന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നതും ജീവിക്കുന്നതൊക്കെ. നോട്ടീസ് ദാറ്റ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ദ ഡിസ്ക്രിമിനേഷൻ ദാറ്റ് പോൾ ആൻഡ് അപ്പോസ്റ്റൽസ് ആൻഡ് അപ്പോളോസ് ഫേസ് ഫ്രം ദ റൈവൽ ഫാക്ഷൻസ്, പോൾ കണ്ടിന്യൂസ് അഫർമിങ് ഹിസ് യൂണിറ്റി വിത്ത് അപ്പോളോസ് ഇൻ എവറിത്തിങ് ബൈ യൂസിങ് ദ പ്രൊനൗൺസ് വി ആൻഡ് അസ്. ഇതൊക്കെ നടന്നിട്ടും പ്രത്യേകിച്ച് അപ്പോലോസിൻ്റെ പക്ഷക്കാർക്ക് പൗലോസിനെ കണ്ടുകൂടാ, പൗലോസിൻ്റെ പക്ഷക്കാർക്ക് അപ്പോലോസിനെ കണ്ടുകൂടാ, കേഫാവിൻ്റെ പക്ഷക്കാർക്ക് ഇവർ രണ്ടുപേരും കണ്ടുകൂടാ. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഞങ്ങൾ എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ച് പൗലോസ് തൻ്റെ ഐക്യം, അതായത് അപ്പോലോസിനോടുള്ള തൻ്റെ ഐക്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രത്തോളം ഭിന്നിപ്പ് ഈ സഭകളിൽ നടന്നു എങ്കിൽ പോലും ആ ഭിന്നിപ്പിന് എരുതി കൂട്ടാതെ പൗലോസ് തൻ്റെ ഐക്യം അപ്പോലോസിനോട് കൂട്ടി ഉറപ്പിക്കുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് we see this. Paul wants them to see that they aren't exactly what they imagine themselves to be. ഈ 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം how I wish that you had ruled indeed that we also might rule with you.
ഇവരെപ്പറ്റി ചിന്തിക്കുന്നത് പോലെ ഒന്നും അല്ല ഇവർ ആയിരിക്കുന്നത്. ദേ തോട്ട് ദാറ്റ് ദേ റൂൾ. ഇവർ വാഴുന്നു എന്നുള്ളതാണ് ഇവർ ചിന്തിച്ചിരുന്നത്. ആൻഡ് പോൾ വിഷ് ദാറ്റ് ദേ ആക്ച്വലി സ്റ്റാർട്ട് റൂളിങ് സോ ദാറ്റ് പോൾ ക്യാൻ റൂൾ വിത്ത് ദം. പൗലോസ് ആഗ്രഹിക്കുന്നത് ഇവർ വാഴാൻ തുടങ്ങിയാൽ ഞങ്ങൾ വാഴാം കൂടെ. സോ ദ സമ്മറി ഹിയർ ഇസ് ദേ വെറന്റ് സെൽഫ് സഫിഷ്യൻറ്റ്. They had nothing that differentiated them from others. They had nothing extraordinary within themselves to boast about. ഇവർ ഒരിക്കലും സ്വയം പര്യാപ്തത നേടിയവരല്ല. മറ്റുള്ള വിശ്വാസികളിൽ നിന്നും ഇവരെ വ്യത്യസ്തമാക്കുന്ന ഒന്നും തന്നെയില്ല. ഇവർക്ക് പുകഴുവാൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നുമില്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. ആൻഡ് നൗ thirdly we see from 4 verse 9 to 13 the realistic picture of apostleship that the Corinthians must understand. കൊരിന്ത്യ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട അപ്പോസ്തലികതയുടെ യഥാർത്ഥ ചിത്രം, അതാണ് നമ്മൾ 4-ാമത്തെ അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇവിടെ ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഫോർ ഐ തിങ്ക് ദാറ്റ് ഗോഡ് has exhibited us apostles last of all, as men condemned to death, because we have become a spectacle to the world and to angels and to men. We are fools for the sake of Christ, but you are prudent in Christ. We are weak, but you are strong. You are glorious, but we are without honor. To this present hour we hunger and thirst, and are poorly clothed, and roughly treated, and homeless. And we labor, working with our own hands. When we are reviled, we bless. When we are persecuted, we endure. When we are slandered, we try to plead. We have become as the scum of the world, the grime of all things, even until now. ഈ കൊരിന്ത്യ വിശ്വാസികൾ ഈ യഥാർത്ഥ ചിത്രം 2 കാരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കണം. ഒന്ന്, they completely disregarded all the hardships that someone whom they didn't follow experienced for Christ. ചില ഭാഗങ്ങൾ, അതായത് കൊരിന്ത്യ വിശ്വാസികളിലെ ഈ പക്ഷക്കാരുണ്ട്. ഒരു പക്ഷത്തിലുള്ള ആൾക്കാർ മറുപക്ഷം ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ കഷ്ടതകളെല്ലാം നിരാകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തി, അല്ലെങ്കിൽ അങ്ങനെ എത്തി. അതായത് പൗലോസിൻ്റെ പക്ഷക്കാർക്ക് അപ്പൊല്ലോസിൻ്റെ ഒരു കഷ്ടതയും കാര്യമായിട്ട് എടുക്കുവാൻ കഴിയുന്നില്ല. അപ്പൊല്ലോസിൻ്റെ കൂട്ടർക്ക് പൗലോസ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് സഹിച്ച കഷ്ടങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടായി. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം ഈ ഒരു ഘട്ടത്തിൽ. 2, they thought that their favorite preachers had an easy phase of ministry due to their amazing rhetoric skills. രണ്ടാമത്തെ പ്രശ്നം ഇവിടെ ഉണ്ടായത്, ഓരോ പക്ഷക്കാരും വിചാരിച്ചത് അവരുടെ പ്രിയപ്പെട്ട പ്രാസംഗികന് അവരുടെ വാക്ചാതുര്യ നിമിത്തം ശുശ്രൂഷ വളരെ എളുപ്പത്തിലാണ് നടക്കുന്നതെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ കൂടി കടന്നുപോയി. അപ്പോൾ 2 പ്രശ്നങ്ങൾ. ഒന്ന്, മറുവശത്തെ ആൾക്കാരുടെ പ്രിയപ്പെട്ട പ്രാസംഗികൻ കടന്നുപോയ ഒന്നുമല്ല എന്നുള്ളൊരു ധാരണ. 2, അവരുടെ തന്നെ പ്രിയപ്പെട്ട പ്രാസംഗികൻ്റെ ശുശ്രൂഷ വളരെ സുഗമമാണെന്നുള്ള തെറ്റിദ്ധാരണ. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. So Paul tells them the following things so that they would know what true apostles face as they do their ministries. യഥാർത്ഥ അപ്പോസ്തലന്മാർ അവരുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ പൗലോസ് അക്കം വിട്ട് പറയുകയാണ്. 1, in verse 9, 9-ാമത്തെ വാക്യത്തിൽ, ഈ ജാഥയുടെ അവസാനം ദൈവം ഈ അപ്പോസ്തലന്മാരെ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. God has put these apostles on display at the end of the procession. This referred to the practice of Roman soldiers or Roman generals staging a triumphal procession in the city of Rome, with captives of war being brought at the back end. റോമൻ പടയാളികൾ ഒരു വിജയത്തിൻ്റെ ജാഥ റോമൻ പട്ടണത്തിൽ അവർ ഒരുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഒരു ജാഥയായിട്ട് അവർ വരുമ്പോൾ, ആ യുദ്ധത്തിൽ ബന്ദിയാക്കിയ പ്രിസണേഴ്സിനെ ആ ജാഥയുടെ അവസാനമാണ് വെച്ചിരിക്കുന്നത്. ഈ ജാഥയിൽ ഇവരെ അവസാനം വെച്ചിരിക്കുന്നത് എല്ലാവരുടെയും മുമ്പിൽ അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ് ഓഫ് ഷെയിം. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് ഫിൽഡ് വിത്ത് ഷെയിം. ഈ ജാഥയുടെ അവസാനം യുദ്ധത്തിലെ
ബന്ദികളായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഈ ജാഥ ഒരു ഷെയിംഫുൾ എക്സ്പീരിയൻസ് ആണ്, ഒരു നാണക്കേടിൻ്റെ അനുഭവമാണ്. ആ നാണക്കേടിൻ്റെ അനുഭവമാണ് അപ്പോസ്തലന്മാർ ഫേസ് ചെയ്യുന്നത് അവരുടെ ശുശ്രൂഷയിൽ. സെക്കൻഡ്ലി, ദി അപ്പോസ്റ്റൽസ് ആർ മെയ്ഡ് ലൈക്ക് ദോസ് കണ്ടംഡ് ടു ഡൈ ഇൻ ദി അരീന. This speaks of people who have been condemned to be executed and are presented to the people of the city in the theatre. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് ഈ വലിയ ആംഫി തിയേറ്ററിലായിരുന്നു വധശിക്ഷകൾ റോമൻ സാമ്രാജ്യം നടപ്പിലാക്കിയത്. പ്രത്യേകിച്ച് ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരെ സിംഹങ്ങളുടെ മുമ്പിലും അതുപോലുള്ള വന്യജീവികളുടെ മുമ്പിലും എറിഞ്ഞ് കൊടുക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഒരുപാട് കാണികളുണ്ട്. ആ കണ്ടു നിൽക്കുന്ന കാണികൾക്ക് ഈ കാണുന്നതൊരു ഹരമാണ്. പക്ഷേ ഈ മൃഗങ്ങളുടെ അക്രമം നേരിടുന്ന ആൾക്കാർക്ക് അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ അവരെ തന്നെ കാണുന്നത് ഈ മൃഗങ്ങളുടെ കയ്യിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യരെ പോലെയാണ്. അത്രത്തോളം ഭീകരമാണ് അവർക്കെതിരെ വരുന്ന എല്ലാ എതിർപ്പുകളും. അപ്പോൾ ഇതിൽ നാണക്കേടുണ്ട്, ഇതിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത അക്രമങ്ങളുണ്ട്. Thirdly, Paul, Apollos and Cephas have been made a spectacle to the whole universe, to angels and to human beings. 9-ാമത്തെ വാക്യത്തിൻ്റെ 3-ാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്, സൃഷ്ടിക്കും മുൻപിൽ, ദൂതന്മാരുടെ മുമ്പിൽ, മനുഷ്യന്മാരുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവായിട്ടാണ് പൗലോസും അപ്പൊല്ലോസും കേഫാവുമായിരിക്കുന്നത്. Fourthly, if the Corinthians saw themselves as so wise in Christ, strong and honored, the apostles are fools for Christ because of the message they preach, because that is the message of foolishness in the eyes of the world. ഈ കൊരിന്ത്യ വിശ്വാസികൾ തങ്ങളെ തന്നെ ക്രിസ്തുവിൽ ജ്ഞാനികളായിട്ട് കണ്ടു എങ്കിൽ ഈ അപ്പോസ്തലന്മാർ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഭോഷന്മാരായിട്ട് തീരുന്നിരിക്കുകയാണ്. കാരണം അവർ പ്രസംഗിക്കുന്ന സുവിശേഷം ലോകത്തിൻ്റെ കണ്ണിൽ ഭോഷത്തരമാണ്. ഈ കൊരിന്ത്യ വിശ്വാസികൾ തങ്ങളെ തന്നെ ക്രിസ്തുവിൽ ശക്തരാണെന്ന് കണ്ടാൽ ഈ അപ്പോസ്തലന്മാർ പറയുന്നത് അവർ ക്രിസ്തുവിൽ ബലഹീനന്മാരാണ്. കാരണം അവർ ശുശ്രൂഷ ചെയ്തിരുന്ന സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടല്ല പൗലോസും അപ്പൊല്ലോസും കേഫാവും ആയിരിക്കുന്നത്. ഈ കൊരിന്ത്യ വിശ്വാസികൾ തങ്ങളെ തന്നെ മാനമുള്ളവരായിട്ട് കണക്കാക്കിയാൽ അപ്പോസ്തലന്മാർ തങ്ങളെ തന്നെ മാനമില്ലാത്തവരായിട്ടാണ് കണക്കാക്കുന്നത്. ബിക്കോസ് ദേ ആർ റിഡിക്യൂൾഡ് ആൻഡ് പെർസിക്യൂട്ടഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദ മെസ്സേജ് ദേ പ്രൊക്ലെയിം. ഇവിടെ തങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം നിമിത്തം ഇവർക്ക് നിന്ദയും പീഡനങ്ങളും ഏൽക്കുന്നത് കൊണ്ട് അവർക്ക് സമൂഹത്തിൽ മാന്യതയില്ല. സോ ബിഫോർ എ മൂവ് അഹെഡ്, ട്രിവിയ, നമ്മൾക്ക് ഉള്ള ഒരു അറിവ് ഞാനിവിടെ പറഞ്ഞു തരികയാണ്. പൗലോസ് തന്നെപ്പറ്റിയും അപ്പൊല്ലോസിനെ പറ്റിയും കേഫാവിനെ പറ്റിയും ഈ ഭാഗത്ത് കൂട്ടത്തോടെ 19 തവണയാണ് റെഫർ ചെയ്യുന്നത്, ഞങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ച്. This is to reinforce to the Corinthians that in spite of the jealousy and the quarreling between them, there is no bad blood between Apollos, Cephas and Paul. ഞങ്ങൾ എന്നുള്ള വാക്ക് പലപ്പോഴും പൗലോസ് ഇവിടെ ആവർത്തിക്കുന്നത് ഇവരുടെ ഇടയിൽ, അതായത് കൊരിന്ത്യ വിശ്വാസികളുടെ ഇടയിൽ ഇത്തരം ഭിന്നിപ്പുകളും വഴക്കും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും പൗലോസിൻ്റെയും അപ്പൊല്ലോസിൻ്റെയും കേഫാവിൻ്റെയും ഇടയിൽ യാതൊരു പ്രയാസവുമില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനാണ്. And in the fifth thing that Paul says here is, to this present hour, they go hungry and thirsty, are in rags, brutally treated, homeless, and work hard with their own hands. ഈ നാഴിക വരെ അവർ വിശന്നും ദാഹിച്ചും ശരിയായ വസ്ത്രമില്ലാതെയും ഒരുപാട് തിന്മകളിൽ കൂടെ കടന്നു പോവുകയും വീടില്ലാതെ ജീവിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കേണ്ടി വരുന്ന അവസ്ഥ. ദിസ് ഇസ് വാട്ട് ദെയർ ലൈഫ്സ് ലുക്ക് ലൈക്ക്. ഇങ്ങനെയാണ് അവരുടെ ജീവിതം. ആൻഡ് ദിസ് ഇസ് ദി എക്സ്പീരിയൻസ് ഓഫ് ദ വൺസ് ഹും ദേ അഡോർഡ് ആൻഡ് ദ വൺസ് ഹും ദേ ഡിഡ്ന്റ് അഡോർ. ഈ കൊരിന്ത്യ വിശ്വാസികൾ ഇഷ്ടപ്പെട്ടതും ഇഷ്ടമില്ലാതിരിക്കുന്ന പ്രാസംഗികരുടെയും എല്ലാം ജീവിതം ഇത് തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അവിശ്വാസികളുടെ ഇടയിൽ വാക്ചാതുര്യത്തോടെ സുവിശേഷം പറയുന്ന അപ്പോലോസിൻ്റെയും പത്രോസിൻ്റെയും
എതിരെയുള്ള അതേ വെറുപ്പ് തന്നെയാണ് വാക്ചാതുര്യം അധികമില്ലാത്ത പൗലോസിനും ലഭിക്കുന്നത്. ഈ 3 കൂട്ടർക്കും ഒരുപോലെയുള്ള എതിർപ്പുകളാണ് ലോകത്തിൽ നിന്നും ഉണ്ടാകുന്നത്. The world sees both Paul and Apollos equally with the same hatred. ലോകം ഒരുപോലെ പൗലോസിനോടും അപ്പൊള്ളോസിനോടും വെറുപ്പ് കാണിക്കുന്നുണ്ട്. This is an irony because the Corinthians discriminate among the ministers. ഇതിലൊരു വിരോധാഭാസമുണ്ട്. ഈ കൊരിന്തി വിശ്വാസികൾ ഈ ദൈവ ശുശ്രൂഷക്കാരെ ഈ പാർഷ്യാലിറ്റിയോട് കൂടിയിട്ട് കാണുകയും ചെയ്യുമ്പോൾ, മറുവശത്ത് ലോകം ഈ 2 പേരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു. ഈ കാര്യത്തിലെങ്കിലും ലോകം കൊരിന്തി വിശ്വാസികളെക്കാൾ ഒരല്പം മെച്ചമുള്ളതായിട്ട് ഞാൻ കാണുന്നു. കാരണം അവർ ഈ 2 ദേവദാസന്മാരെയും ഒരുപോലെ കാണുന്നുണ്ട്. അവരുടെ കഴിവിനെ നോക്കി ഡിസ്ക്രിമിനേറ്റ് ചെയ്യത്തില്ല. സോ ദിസ് ഇസ് അൺലൈക്ക് the itinerant speakers who lived a comfortable life and made a living out of their oratory skills by charging fees for their performances. കൊരിന്ത്യ പട്ടണത്തിൽ വന്നു പോകുന്ന പ്രാസംഗികന്മാർ, അതായത് സെക്യുലർ ലൈഫിൽ സെക്യുലർ ചിന്താഗതികളെ പറ്റി പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാർ, അവർ ഫീസ് ഈടാക്കി അവർ ഒരുപാട് പെർഫോമൻസസ് നടത്തുമ്പോൾ അവരെക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഈ അപ്പോസ്തലന്മാരും പ്രാസംഗികനും ജീവിക്കുന്നത്. ഈ ഒരു കാര്യം പൗലോസ് ഇവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 6-ാമതായിട്ട്, he describes the missionary experiences that he and others have while preaching the gospel, which is foolishness to the world. ലോകത്തിന് ഭോഷത്തരമാകുന്ന ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തനിക്കും അപ്പൊല്ലോസിനും പത്രോസിനുമുള്ള അനുഭവങ്ങൾ താനിവിടെ വിവരിക്കുന്നുണ്ട്. അവർ ശപിക്കപ്പെട്ടവരായിട്ട്, പീഡനങ്ങൾ ഏൽക്കുന്നവരായിട്ട്, നിന്ദിക്കപ്പെട്ടവരായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പാടുകളുടെ ഇടയിലും ഹൗ ഡു ദ റെസ്പോണ്ട്? ബൈ ബ്ലെസ്സിങ്, ബൈ എൻഡ്യൂറിങ് ഇറ്റ് ആൻഡ് ബൈ ആൻസറിങ് കൈൻഡ്ലി. അനുഗ്രഹിച്ചും അതിനെ സഹിച്ചും അതിനോട് സൗമ്യമായ രീതിയിൽ ഉത്തരം നൽകിയുമാണ് അതിനെ തരണം ചെയ്യുന്നത്. ദേ ഡു ഇറ്റ് വിത്ത് ദി അൺബിലീവിങ് വേൾഡ്. അവിശ്വാസികളുടെ ലോകം ഇവരെ ഇത്തരം തെറ്റായ അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ പ്രതികരണങ്ങൾ കൊടുക്കുമ്പോൾ ഈ രീതിയിലാണ് അവിശ്വാസികളോട് ഇവർ ഇങ്ങനെ പെരുമാറുന്നത്. പക്ഷേ ഇതേ രീതിയിലുള്ള ഒരു പെരുമാറ്റം വിശ്വാസഗോളത്തിൽ നിന്നും വരുമ്പോൾ അവർക്കത് വേദന ഉളവാക്കുന്നുവെങ്കിലും അവർ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരോട് പൗലോസിന് യാതൊരു പണക്കമില്ല. പൗലോസിൻ്റെ പക്ഷക്കാർക്ക് പൗലോസിൻ്റെ പക്ഷക്കാരോട് അപ്പൊല്ലോസിന് യാതൊരു പണക്കവുമില്ല. ഈ സൗമ്യതയാണ് അവരുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നത്. And lastly, the apostles are regarded as dirty, loathsome people who need to be eliminated, even until the time that Paul writes this. ഈ എഴുതുന്ന സമയത്ത് പോലും അവിശ്വാസികളായിട്ടുള്ള ലോകം ഈ അപ്പോസ്റ്റലന്മാരെ കാണുന്നത് അഴുക്കുള്ളവരായിട്ട്, വെറുക്കപ്പെട്ടവരായിട്ട്, ഉന്മൂലനം ചെയ്യേണ്ട ആൾക്കാർ എന്ന നിലയിലാണ് അവരെ ഈ അവിശ്വാസികൾ ഈ പ്രാസംഗികരെ കാണുന്നത്. So let me just give you a few lessons before I close. ഒന്നാമതായിട്ട്, if there is a situation of division in church due to obsession about church leaders, the leaders must not fuel the divisive tendencies that the congregation has and try to be their identity, which is found only in Christ. സഭാ നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ അമിതമായിട്ടുള്ള ആരാധന നിമിത്തം ചില ഭിന്നിപ്പുകൾ സഭയിലുണ്ടായാൽ ആ ഭിന്നിപ്പുകളെ മൂർച്ഛിപ്പിച്ച് ഈ ഭിന്നിപ്പിനെ വഷളാക്കുവാൻ നേതാക്കന്മാർ തുനിയരുത്. അതായത് ക്രിസ്തുവിൽ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന വ്യക്തിത്വത്തെ കവർന്നെടുത്ത് ആ വിശ്വാസിയുടെ വ്യക്തിത്വം ഈ പ്രാസംഗികരിൽ കണ്ടെത്തുവാൻ പ്രാസംഗികർ ഒരു രീതിയിലും അതിന് ശ്രമിക്കരുത്. They must be faithful to what they are entrusted and to the word of God and fully abide by it. അവർക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തോടും ദൈവവചനത്തോടും വിശ്വസ്തത പുലർത്തി അതിന് പ്രകാരം ജീവിക്കുവാനാണ് ദൈവം അവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. They should always operate on the fact that God will judge the motives of the heart. ദൈവം ഹൃദയങ്ങളുടെ നിരൂപണങ്ങളെ ശോധന ചെയ്യും, ന്യായം വിധിക്കും എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ അവരെല്ലായ്പ്പോഴും പ്രവർത്തിക്കണം. They must always think
ഓഫ് ദെയർ കോ എൽഡേഴ്സ് ആസ് ഫെലോ സ്റ്റുവാർഡ്സ് ഓഫ് ഗോഡ്. അവരുടെ കൂട്ടുമൂപ്പന്മാരെ അവർ ദൈവത്തിൻ്റെ സ്റ്റുവാർഡ്സായിട്ട് വിചാരകന്മാരായിട്ട് കാണണം. They must always remember that when they stand as God's ministers before the unbelieving world, the hostility will be the same. അവർ എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടത് ദൈവ ശുശ്രൂഷക്കാരെന്ന നിലയിൽ അവിശ്വാസികളുടെ മുമ്പിൽ അവർ നിൽക്കുമ്പോൾ ലോകം അവരെ ഒരുപോലെയാണ് വെറുക്കുന്നത്. They must always have the mind to be God pleasers. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുടെ മനസ്സ് അവർക്കുണ്ടാവണം. At no point should they attempt to please other men and themselves. ഒരു ഘട്ടത്തിൽ പോലും മറ്റുള്ള ആൾക്കാരെയോ സ്വയത്തെയോ പ്രീതിപ്പെടുത്താനുള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. When all of these things are considered, church members will have their divisive mentality removed. ഇത്തരം കാര്യങ്ങൾ നേതാക്കന്മാർ ചിന്തിച്ചാൽ ഭിന്നിപ്പിൻ്റെ ഒരു ചിന്ത സഭാ അംഗങ്ങളുടെ മനസ്സിൽ നിന്നും നീങ്ങിപ്പോകും. The congregation must learn this from their elders. ഈ ഒരു സ്വഭാവം നേതാക്കന്മാരിൽ നിന്നും സദസ്സ് പഠിക്കണം. സെക്കൻഡ് ലെസൺ, ഇറ്റ് ഈസ് ഓക്കെ ടു ലൈക്ക് വൺസ് പ്രീച്ചിങ് ഓവർ ദി അതർ. നമുക്ക് ഒരു ആളുടെ പ്രസംഗത്തെക്കാൾ മറ്റൊരാളുടെ പ്രസംഗം ഇഷ്ടപ്പെടുന്നതിൽ യാതൊരു തെറ്റില്ല. ബട്ട് ടു ബിൽഡ് ആൻ ഐഡൻറ്റിറ്റി അപ്പോൺ ദാറ്റ് പ്രീച്ചർ ആൻഡ് ബി പഫ്ഡ് അപ്പ് ഓവർ ഇറ്റ് ആൻഡ് ടു ഹേറ്റ് ആൻഡ് പുട്ട് ഡൗൺ അതർ പ്രീച്ചേഴ്സ് ഹു ആർ ഇൻഡീഡ് കോൾഡ് ബൈ ഗോഡ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. നമുക്ക് ഒരാളുടെ പ്രസംഗം മറ്റേയാളുടെ പ്രസംഗത്തെക്കാൾ ഇഷ്ടമാകുന്നതിൽ തെറ്റില്ലെങ്കിൽ പോലും നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയിൽ നമ്മളുടെ വ്യക്തിത്വത്തെ കണ്ടെത്തുവാനും അഹങ്കരിക്കുവാനും അല്ലാത്ത ആൾക്കാരെ, അതായത് ദൈവത്താൽ വിളിക്കപ്പെട്ട അല്ലാത്ത ആൾക്കാരെ തേജോവധം ചെയ്യുവാനും അവരെ താഴ്ത്തിക്കെട്ടുവാനും ഉള്ള ഈ പ്രവണത ദൈവത്തിന് സ്വീകാര്യമല്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. 1. You are building your boast in mere men, not in the eternal Lord who is your Savior. നിൻ്റെ രക്ഷിതാവായ നിത്യനായ കർത്താവിലല്ല നീ നിൻ്റെ പ്രശംസയെ കണ്ടെത്തുന്നത്, കേവലം മനുഷ്യന്മാരിലാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. സെക്കൻഡ് പ്രോബ്ലം, ഡൂയിങ് സോ കോസസ് us to negate everything that other preachers who are in favored go through in ministry and do for the Lord. അങ്ങനെ ഒരു വ്യക്തിയിൽ കൂടുതൽ വ്യക്തിത്വം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് അമിതമായിട്ട് ഇഷ്ടപ്പെടുന്നത് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, നമുക്കിഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഫേവററ്റ് അല്ലാത്ത മറ്റ് പ്രാസംഗികർ കർത്താവിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ശുശ്രൂഷയിൽ അവർ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തിരസ്കരിക്കും. അങ്ങനൊരു കാര്യം ദൈവസന്നിധിയിൽ ശരിയല്ല. See, we need to realize that hardships that both groups face in ministry is the same. ഈ രണ്ട് കൂട്ടരും നമ്മൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള പ്രാസംഗികരും അല്ലാത്തവരും ശുശ്രൂഷയിൽ ഫേസ് ചെയ്യുന്ന എതിർപ്പുകൾ ഒരുപോലെ തന്നെയാണ്. So the application here is twofold. 1. Have the status found in Christ in your mind in order to view servants of Christ. ക്രിസ്തുവിലുള്ള നമ്മളുടെ സ്ഥാനം എല്ലായ്പ്പോഴും നമ്മളുടെ മനസ്സിൽ വെക്കുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ ദൈവദാസന്മാരെ കാണുവാൻ നമുക്ക് ഇടയാകട്ടെ. സെക്കൻഡ്, എംപതൈസ് വിത്ത് ദെം ടു അണ്ടർസ്റ്റാൻഡ് ദ ടേർമോയിൽ ദാറ്റ് ദേ ഗോ ത്രൂ. അവർ കടന്നു പോകുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കുവാൻ, അവരുടെ ഒപ്പം നിൽക്കുവാൻ, അവരുടെ സ്ഥാനത്ത് നിൽക്കുവാൻ നമുക്കിടയാവണം. ദ തേർഡ് ലെസൺ, സംടൈംസ് അവർ ഫാസിനേഷൻ ഓവർ അവർ ലീഡേഴ്സ് മേക്സ് us think that we are way superior over others and we behave as though we were born with everything we now have. ചിലപ്പോൾ അമിതമായിട്ടുള്ള പ്രാസംഗികരോടുള്ള ബന്ധത്തിൽ നമ്മളുടെ ഒരു അമിതമായിട്ടുള്ള ആരാധന നമ്മളിൽ ഇങ്ങനൊരു ചിന്ത ഉളവാക്കും, നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളതും നമ്മൾ ജനിച്ചപ്പോഴേ ഇത്രയും പ്രാസംഗികരോട് കൂടിയിട്ടും ഇത്രയും ആത്മീക വരങ്ങളോട് കൂടിയിട്ടാണ് ജനിച്ചതെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. ബട്ട് വി നീഡ് ടു റിമെമ്പർ ദാറ്റ് വി ആസ് എ കമ്മ്യൂണിറ്റി ആർ നോട്ട് ദി ഓൺലി ട്രൂ ക്രിസ്ത്യൻസ് ഓൺ ദ പ്ലാനറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂഗോളത്തിൽ ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാത്രമല്ല ഉള്ളത്. ദർ ആർ അതേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഹു കോൾ അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ് ജസ്റ്റ് ആസ് യു ഡു. നാം ഓർക്കേണ്ടത് നമ്മളെപ്പോലെ ഈ ലോകത്തുള്ള അനേകം പ്രദേശങ്ങളിൽ ഒരുപാട് പേര് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അഹങ്കരിക്കുന്നത് നിർത്തണം. സ്റ്റോപ്പ് ബോസ്റ്റിംഗ്. ഫോർത്ത്, ഡിയർ മിനിസ്റ്റേഴ്സ് ഓഫ് ഗാഡ്,
The unbelieving world that has no work of the Holy Spirit on them will hate you because the message is offensive. പ്രിയ ശുശ്രൂഷക്കാരെ, ഈ ഒരു പാഠം ഇതാണ്. നമ്മളുടെ സന്ദേശം ലോകത്തിന് ഭോഷത്തരമായതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാത്ത അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ വെറുത്തിരിക്കും. സം ബിലീവേഴ്സ് വിൽ ഓൾസോ ഡു ദ സെയിം തിങ്സ് ദാറ്റ് ഹേർട്ട് യു. ചില വിശ്വാസികളും അത്തരം എതിർപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്ന് വരാം. ആൻഡ് യുവർ റെസ്പോൺസ് ഷുഡ് ബി ഓഫ് ബ്ലെസ്സിങ്, എൻഡ്യൂറൻസ് ആൻഡ് ആൻസറിങ് കൈൻഡ്ലി. എന്നാൽ നിങ്ങൾ ആ സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ടത് അനുഗ്രഹത്തിലൂടെയും എല്ലാം സഹിക്കുന്നതിലൂടെയും വിനയത്തോടെ അവരോട് സൗമ്യമായിട്ട് ഉത്തരം നൽകുന്നതിലൂടെയാണ്. അടുത്ത തവണ 4-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇതുവരെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ.